ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കണ്ടുമുട്ടിയതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും ആ കുരിശിൻ്റെ പുനരൈക്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പുനരൈക്യം, കുരിശിൻ്റെ പുനരൈക്യം നമ്മളിൽ ഒന്നും കൂടി പുളിമാവ് പോലെ അത് നമ്മളെ പെർമിയേറ്റ് ചെയ്തിട്ട് നമ്മളെ നല്ലോണം ലെവനാക്കട്ടെ, നല്ലോണം അങ്ങോട്ട് പുളിപ്പിച്ച് അതങ്ങനെ പൊന്തി വരുന്നതിന് ശേഷമാണ് മറ്റ് രണ്ട് ശോധനപരമായ ധ്യാനങ്ങളെ നമ്മൾക്ക് കേൾക്കാം. അതിനിടയിൽ ഞാനൊരു സ്പിരിച്വൽ റെസ്റ്റ് പോലെയാണ് ഇവാനുവൻ വഴിയെ ക്രമീകരിച്ചിരിക്കുന്നത്. കുരിശിലെ പുനരൈക്യത്തിനെ കുറിച്ച് 4 തലങ്ങൾ, താഴ്വര, മലകളും കുന്നുകളും വളഞ്ഞ വഴികൾ, പരുപരുത്ത തലങ്ങൾ, അതിനായിട്ട് കുരിശിലെ പ്രതികരണം, വേദനയെ വഹിക്കുന്നത്, ദുഃഖങ്ങളെ ചുമക്കുന്നത്, അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെടുന്നത്, അപരാധങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെടുന്നത്, അതൊക്കെ ധ്യാനിച്ചു നോക്കുക. അപ്പോൾ ഈ താഴ്വരകളും ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ താഴ്വരകൾക്കിടയിൽ നമ്മൾ ആദ്യം കണ്ട ശോധനപരമായ ധ്യാനം, ഞാൻ വിചാരിച്ചതും ദൈവം വിചാരിച്ചതും എന്നത് നേർക്കുനേർ വരുമ്പോൾ വരുന്ന ആധ്യാത്മിക സംഘർഷം, ഐ തോട്ട് വേഴ്സസ് ഗോഡ് തോട്ട്സ് എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ശോധനപരമായ ധ്യാനം കാണിച്ചു തന്നിരുന്നു. ഇത്തരം അവസ്ഥകൾ സംജാതമാകുമ്പോൾ നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്ന ഒരു അവസ്ഥ. സോ ഐ സെഡ് സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഫ്രൂട്ട്ഫുൾനെസ് വേഴ്സസ് ഫ്രൂട്ട്ലെസ്നെസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം കഴിഞ്ഞ 2 ശോധനപരമായ ധ്യാനങ്ങൾക്ക് ശേഷം നമ്മൾ അല്പസമയം വിശ്രമിച്ചിരുന്നു. ഈ മൂന്നാമത്തെ ശോധനപരമായ ധ്യാനം തീരുമാനങ്ങളും നിരാകരിക്കപ്പെട്ട സാധ്യതകളും എന്ന ആ ഒരു കൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അല്പം വിശ്രമിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിനെ കുറിച്ച്, രക്ഷാകരമായ തിരുത്തലിനെ കുറിച്ച്, രക്ഷാകരമായ തിരുത്തലും പത്രോസ്ലിയും എന്ന 3 പഠനാത്മക ധ്യാനങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ നമ്മൾ ഈ ആധ്യാത്മിക സംഘർഷത്തെ പറഞ്ഞതിന് ശേഷം 1-2 പഠനാത്മകമായ വിചിന്തനങ്ങൾ നമ്മൾക്ക് നടത്താം. അത് നടത്തുന്നതിലൂടെ വചനപരമായ രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾക്ക് എങ്ങനെ പുനരൈക്യത്തിൻ്റെ തലങ്ങളെ കാണാം, അല്ലെങ്കിൽ പുനരൈക്യത്തിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ വളരാം, അതാണ് ഈ 2 പ്രഭാഷണത്തിലൂടെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ചോദിക്കാം, കുരിശിൻ്റെ താഴെ നിൽക്കുമ്പോൾ കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഈ സമയത്ത് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ആത്യന്തികമായി പുനരൈക്യം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? നമ്മൾ എന്തിനാ അപരനുമായിട്ട് ഒന്നുചേരുന്നത്? നമ്മൾ എന്തിനാ നമ്മളുടെ ആ ഒരു അവസ്ഥയെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തിനാ പുനരൈക്യപ്പെടുന്നത്? പുനരൈക്യപ്പെടുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സന്തോഷമാണ്. ആ തുമ്പി എങ്ങനെ പറന്ന് നടക്കും? ജസ്റ്റ് ബി ഹാപ്പി, ജസ്റ്റ് ബി ഹാപ്പി. ഈ തല്ലുകൂട്ടലും വഴക്കും വക്കാണും കച്ചേരിയും വ്യവഹാരങ്ങളും, do we have time to laugh and enjoy our life? സോ പുനരൈക്യപ്പെടുന്നത് അത് ഭൂമി ആയിക്കോട്ടെ, മണ്ണിനോടായിക്കോട്ടെ, മലയോടായിക്കോട്ടെ, എന്തിനാ പുനരൈക്യപ്പെടുന്നത്? അതുവഴി നമ്മൾ ആ പാരഡൈസ് അല്ലെ പറുദീസ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ജസ്റ്റ് ബി ഹാപ്പി, ജസ്റ്റ് ബി ഹാപ്പി. അപ്പോൾ സന്തോഷം നമ്മളിൽ നിന്ന് എങ്ങനെ അകന്നുപോയി എന്നാണ് നമ്മൾ ഈ ധ്യാനത്തിൽ വിചിന്തനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളിൽ സന്തോഷമുണ്ട്, യു ആർ ക്വൈറ്റ് ഹാപ്പി, ദെൻ ഹല്ലേലൂയ പാടുക. അതിലപ്പുറം ഒന്നും പറയാനില്ല, ഒന്നും ചേർക്കാനില്ല. അതിനപ്പുറത്ത് ഇഫ് യു സേ യു ഡോണ്ട് ഫീൽ ദാറ്റ് ഹാപ്പി, എന്നാൽ ആ സന്തോഷത്തിന് ഇല്ലായ്മയുടെ കാരണങ്ങൾ എന്താണെന്ന് അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു കാറ്റിനെ പ്രസവിച്ചതുപോലെയുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളെ കാറ്റിൽ പറത്തുന്ന നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ മോഹങ്ങൾ, അതിൻ്റെ ആ ഒരു വശീകരണം, അല്ലെങ്കിൽ ആ ഒരു തരം ജീവിതം, അതിൽ എല്ലാം ഇറ്റ്സ് ഗോയിങ് ഓൺ ബട്ട് നോട്ട് ഫീലിംഗ് ഹാപ്പി. ദെൻ യു ഷുഡ് ലുക്ക് ഇൻ ടു സെർട്ടൻ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഒരു പോസിറ്റീവായിട്ട്, അത് ഒരു ശോധനപരമായിട്ടല്ല, ബട്ട് വളരെ പോസിറ്റീവായിട്ട്, ക്യാൻ ഐ ബിൽഡപ്പ് ലൈക്ക് ദാറ്റ് എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം.
അതിനായിട്ട് നമുക്ക് ഈ സങ്കീർത്തനം 51 അതെടുത്ത് അതിലെ ചില വാചകങ്ങൾ നമ്മൾ ധ്യാനിക്കാം. എന്തുകൊണ്ട് ആ പുനരൈക്യവും ഈ 51 സങ്കീർത്തനവും തമ്മിലുള്ള ബന്ധം? അന്ത്യോക്യ പാരമ്പര്യത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ അവിഭാജ്യ ഘടകമാണ് ഈ 51 സങ്കീർത്തനം. എത്ര പ്രാവശ്യം ഈ ഓർത്തഡോക്സ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഓർത്തഡോക്സ് പാരമ്പര്യങ്ങൾ, അന്ത്യോക്യൻ പാരമ്പര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വാസികൾ ഈ 51 സങ്കീർത്തനം ചൊല്ലുന്നത് അവരുടെ എല്ലാ കർമ്മങ്ങളുടെയും ആദ്യത്തെ ഒരു പ്രാർത്ഥനയാണത്. എന്നെ ആ അന്ത്യോക്യ പാരമ്പര്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ ഈ ജനങ്ങളുടെ മുമ്പിൽ പുരോഹിതൻ സഹോദരരെ ഈ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ അർപ്പിക്കാൻ വേണ്ടി എന്നെ യോഗ്യനാക്കുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലാണ് ഈ ജനം ഈ വൈദികനും മുഖാമുഖം വരുന്നത്. പക്ഷെ ഈ വൈദികൻ അതിനു മുമ്പ് ഈ 51 സങ്കീർത്തനം റിസൈറ്റ് ചൊല്ലിയതിന് ശേഷമാണ് ഈ പ്രാർത്ഥന ജനങ്ങളിൽ നിന്ന് ചോദിക്കണേ. ജനങ്ങളും മൊത്തം കുർബാന ചെല്ലുന്നതിന് മുമ്പ് ഇത് ചൊല്ലുന്നു. പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് ഈ 51 സങ്കീർത്തനം ചൊല്ലുന്നു. പിന്നീട് ഏത് ഉദാശകൾ ആരംഭിക്കുന്നതിന് മുമ്പോ മറ്റു പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിന് മുമ്പോ ഒക്കെ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഈ 51 സങ്കീർത്തനം ചൊല്ലുന്ന ഒരു പതിവുണ്ട്. ഒരുപക്ഷെ അവർക്ക് എല്ലാവർക്കും ഈ 51 സങ്കീർത്തനം ഹൃദ്യസ്ഥമാണ്. അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അതിൻ്റെ ഉള്ളിൽ പുനരൈക്യത്തിൻ്റെ ചില പാഠങ്ങളുണ്ട്. കാരണം 51 സങ്കീർത്തനം പുനരൈക്യപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവവുമായിട്ടുള്ള ഒരു ഐക്യം നഷ്ടപ്പെട്ട ഒരു സമയത്ത്, ഒരു ജനതയായിട്ട് ദാവീദ് രാജാവിൻ്റെ ഐക്യം നഷ്ടപ്പെട്ട സമയത്ത്, സ്വന്തം മക്കൾ പോലും തനിക്കെതിരെ നിൽക്കുന്ന ആ ഒരു വലിയ ആളും പാപം ചെയ്തു, ആൾക്ക് ചുറ്റുമുള്ളതെല്ലാം വളരെ കലുഷിതമായ ഒരു സമയത്ത് ആ സന്തോഷത്തെ എനിക്ക് വീണ്ടും തരണമേ എന്ന് തീവ്രമായി ആഗ്രഹിച്ച് പുനരൈക്യപ്പെടാൻ ദാഹിക്കുന്ന ഒരു മനസ്സുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഈ 51 സങ്കീർത്തനം. അതുകൊണ്ട് പുനരൈക്യത്തിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിൽ ഇവാനിയോസ് പിതാവിൻ്റെ ചിന്തകളും ഈ സങ്കീർത്തനത്തിൽ കരുപിടിക്കപ്പെട്ടതാണ് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ 12ാമത്തെ വചനത്തിലേക്ക് കണ്ണുകളേക്ക് കൊണ്ടുവരാം. അതിൻ്റെ 51 ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. എല്ലാ ധ്യാനങ്ങളുടെയും വചനപ്രഘോഷണങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ കുമ്പസാരത്തിൻ്റെയും കൗദാശിക ജീവിതത്തിൻ്റെയും വചനാധിഷ്ഠിത ജീവിതത്തിൻ്റെയും പുനരൈക്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം ഈ പ്രാർത്ഥനയല്ലേ? ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ചിലപ്പോൾ വചനപ്രഘോഷണം കേൾക്കാനും ധ്യാനങ്ങൾ ചെയ്യാനും കുമ്പസാരിക്കാനും ഒക്കെ പോകുന്നത്? ദൈവമേ, ആ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ക്രമപ്പെടുത്തിയ ശരിപ്പെടുത്തിയ ഒരു ഫീലിംഗ് അല്ല, നിന്റെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ. 51:12 Restore to me the joy of your salvation and sustain in me a willing spirit. എല്ലാ വചനപ്രഘോഷണത്തിൻ്റെയും അല്ലെങ്കിൽ വചനശ്രവണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളിൽ ഈ രക്ഷയുടെ സന്തോഷത്തെ വീണ്ടും നിറയ്ക്കാൻ എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, യോഹന്നാൻ 15:11, ആ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും എന്ന് പറയുന്ന ആ വചനഭാഗത്തിൻ്റെ 11-ാം വാക്യത്തിൽ യേശു പറയും, ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ വചനപ്രഘോഷണം അല്ലെങ്കിൽ യേശു നമ്മളോട് പറഞ്ഞത്, നമ്മളിപ്പോൾ സുവിശേഷം വായിക്കുന്നത്,
സുശേഷ സംഘക്കാർ ലക്ഷ്യോ ലിവിനോ ഉപയോഗിച്ച് ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, ഓരോ ഇടവക മുഴുവനും വചനത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഔദാശിക ജീവിതത്തിലേക്ക് കടക്കുന്നത്, അതൊക്കെ എന്തിനു വേണ്ടിയാണ്? വെറുതെ സമയമില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് വരുന്നത് കൊണ്ടല്ല. ആ രക്ഷയുടെ സന്തോഷത്തെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവന്ന് ആ സന്തോഷം നമ്മളിൽ നിറഞ്ഞ് അത് നമുക്ക് ചുറ്റുമുള്ളവരിലേക്കൊക്കെ ഒരു പ്രവാഹമായി ചെല്ലുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ വചനപ്രഘോഷണം നടത്തുന്നത്. ഇപ്പൊ വചനപ്രഘോഷണം യേശുവിൻ്റെ ചിന്തയിൽ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. അതല്ലേ പുനരൈക്യം. എന്തിനാ പുനരൈക്യപ്പെടുന്നത്? എന്നിലുള്ള സന്തോഷം അപരനിലേക്ക് ചെല്ലാനും നമ്മളുടെ ഇടയിലുള്ള ആ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയല്ലേ. ഒറ്റയ്ക്ക് മേ ബി യു ആർ ഹാപ്പി, പക്ഷേ നമ്മളിലൊക്കെയുള്ള സന്തോഷം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് നിങ്ങളിലും ആ സന്തോഷം വരണം എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ സുവിശേഷാത്മകത വരുന്നത്. അപ്പോഴല്ലേ നമ്മൾ മിഷനറികളാകുന്നത്. എന്തിനാ മിഷൻ ചെയ്യുന്നത്? എന്നിൽ നിറഞ്ഞിരിക്കുന്ന സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് എന്നുള്ള ചിന്ത വരുമ്പോഴല്ലേ ഒരു മിഷനറി ജനിക്കുന്നത്. ആ മിഷനറിയിലൂടെയല്ലേ നമ്മൾ ഒരു പുനരൈക്യത്തിൻ്റെ ചിന്തകളെ ജനങ്ങളിലേക്ക് കടത്തിവിടുന്നത്. പുനരൈക്യത്തിൻ്റെ ചിന്തയിലാണ് നമ്മൾ പറയുന്നത്, രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. റിസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ ആൻഡ് സസ്റ്റെയിൻ ഇൻ മീ എ വില്ലിംഗ് സ്പിരിറ്റ്. ഈ രക്ഷയുടെ സന്തോഷം കുറഞ്ഞു പോകാം. നമ്മൾ മാമോദീസയിലൂടെ മറ്റു കുദാശകളിലൂടെ വചനപ്രഘോഷണത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഒക്കെ സ്വീകരിക്കുന്ന സന്തോഷം കുറഞ്ഞു പോകാം. പല കാരണങ്ങൾ കൊണ്ട് അത് കുറഞ്ഞു പോകാം. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചികഞ്ഞ് മാന്തി പൊളിച്ചൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ കാണണമെന്നില്ല. സോ വി ഫീൽ ഇറ്റ് ഇൻസൈഡ് ദാറ്റ് ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ ഹാപ്പി. പല കാര്യങ്ങൾ അതിൻ്റെ ചിട്ടയിലും അടക്കത്തിലും ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഐ ആം നോട്ട് ജസ്റ്റ് ഫീലിംഗ് ഹാപ്പി എന്ന് വേണമെങ്കിൽ തോന്നാം. കാരണങ്ങൾ എന്തായിരിക്കാം? ഇതിനു മുമ്പ് ഉള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്ക് അനുസരിച്ച് നമ്മൾ ആദ്യ പ്രേമത്തെ വിട്ടുകൊടുത്തുകൊണ്ടായിരിക്കാം. അതിലെ കർത്താവ് നമുക്കൊരു അക്യൂസിയേഷൻ പറയുന്നു, യു ഹാവ് forsaken the love you had at first. നീ നിന്റെ ആദ്യ പ്രേമത്തെ കൈവെടിഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മളൊരു ബണ്ടിലോ വർക്കുകളായിട്ട് മാറിയിട്ട് നമ്മുടെ സന്തോഷം കുറഞ്ഞു വന്നതായിരിക്കാം. അതല്ലെങ്കിൽ യെശയ്യായുടെ പുസ്തകത്തിലെ 26-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ വായിച്ച് നമ്മൾ കണ്ടു, നമ്മൾ കാറ്റിനെ പ്രസവിച്ചതുകൊണ്ടായിരിക്കാം. ഒത്തിരി ഗർഭിണിയെ പോലെ കരയും ചടപട കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും there is nothing fruitful. അപ്പൊ കാറ്റിനെ പ്രസവിച്ച ഒരു അനുഭൂതി വന്നാലും നമ്മുടെ രക്ഷയുടെ സന്തോഷം കുറഞ്ഞതുപോലെ ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനെ പോലെ ആയിരിക്കുന്ന ജർമായയുടെ വിലാപങ്ങളിൽ ജർമായ പറയും, സന്തോഷം എന്തെന്നത് ഞാൻ മറന്നുപോയിരിക്കുന്നു. It simply says, I have forgotten what happiness is. ഈ വിലാപ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിലാണ് അതേ അങ്ങനെ പറയണേ, ഐ ഹാവ് ഫോർഗോട്ടൺ വാട്ട് ഹാപ്പിനെസ് ഈസ്. ഈ സന്തോഷം എന്തെന്നത് തന്നെ ഞാൻ മറന്നു. തന്നെ ഈ റൈറ്റ്സിന് അതിൻ്റെ ആ വാക്കുകളിൽ അതിൻ്റെ 20-ാമത്തെ ഒക്കെ പറയുമ്പോൾ വിലാപ പുസ്തകങ്ങളിലെ വിലാപ ഗ്രന്ഥം 3-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. അതിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ അല്ലെങ്കിൽ ഒരു മിഷനറിയായ അല്ലെങ്കിൽ ആ അപ്പോസ്തലേറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യൻ പറയാണ്, സന്തോഷം എന്തെന്നത് ഞാൻ മറന്നു. ദൈവവും ദൈവത്തിനോട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വായിൽ പിത്തം പോലെയായി. ഇറ്റ്സ് ലൈക്ക് എ കയ്പേറിയ ഒരു സാധനമായി മാറി എന്ന് പറയുന്നു. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് അതിൽ തന്നെ വിഷാദമഗ്നമാകുന്നു എന്ന് പറയും. പിന്നെ അദ്ദേഹം പറയും,
ആ 21-ാം വാക്യത്തിൽ പറയും, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. എന്തായിരുന്നു ആ ഒരു കാര്യം, പ്രത്യാശ നൽകുന്ന ഒരു കാര്യം? പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഈ കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് ജെറമ്യാ പറയുമ്പോൾ, ജെറമ്യാ നിൽക്കുന്നത് നഷ്ടപ്പെട്ട, നശിച്ച ഭഗ്നാവശിഷ്ടങ്ങളുടെ ഇടയിലാണ്. ജെറുസലേത്തിനെ തകർത്ത് ആളുകളെ മുഴുവനും ബന്ദികളാക്കി ബാബിലോണിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് ഈ ജെറമ്യാ പറയണേ, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അത് യേശുവിൻ്റെ രക്ഷ വീണ്ടും സ്വീകരിക്കുന്നതാണ്. ഒരുക്കമുള്ളൊരു ഹൃദയത്തോടുകൂടെ എല്ലാ പ്രഭാതങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, കർത്താവേ, നിന്റെ രക്ഷയുടെ ആ സന്തോഷത്തെ വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പൊ ജീവിതത്തിൽ സന്തോഷമില്ലായ്മയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളുടെ ഭാഗമായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആ പ്രാർത്ഥന പറയുന്നത്, നിന്റെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ. ആൻഡ് യു നീഡ് ടു റിയലി പ്രേ ഫോർ ദാറ്റ്. സന്തോഷക്കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പക്ഷേ എങ്ങനെ നമ്മൾ അതിനെ കുറച്ചും കൂടി മനസ്സിലാക്കാം? എൻ്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എങ്ങനെയാണ് കുറഞ്ഞു പോയത്? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എനിവേ ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ ഹാപ്പി. ഇനി ഞാൻ എന്ത് ചെയ്യണം? പുനരയിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ഫീൽ ദാറ്റ് ഹാപ്പിനെസ് വൺസ് മോർ. വെൽ, വി ഗോ ബാക്ക് ടു അഗെയിൻ ദാറ്റ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 5-ാം വാക്യം. ദൈവം പറയുന്ന ആ സെൻറ്റൻസ് 4-ാം വാക്യത്തിൽ പറഞ്ഞു, നീ നിന്റെ ആദ്യ സ്നേഹത്തെ കൈവിട്ടുവെന്ന്. 5-ാം വാചകത്തിൽ പറയുന്ന അതുകൊണ്ട്, അല്ലെങ്കിൽ ആയതിനാൽ, ഏതവസ്ഥയിൽ നിന്നാണ് നീ അധപതിച്ചതെന്ന് മനസ്സിലാക്കി അനുതപിച്ച് ആദ്യ കർമ്മങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ വന്ന് നിന്റെ ദീപപീഠത്തെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിത്തരും. അപ്പൊ നമ്മൾ കാറ്റിനെ പ്രസവിച്ചുകൊണ്ട് നടക്കും. സോ വി ഷുഡ് ആസ്ക്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കുറഞ്ഞു വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചുറ്റും നോക്കി ഏറ്റവും അടുത്തിരിക്കുന്ന ആളുടെ തലമണ്ടയ്ക്ക് തല്ലിയിട്ട് നീ അതിന് കാരണമെന്ന് പറയാതെ, ഏതവസ്ഥയിൽ നിന്നാണ് ഞാൻ അധപതിച്ചതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതെവിടെയാണ് ഈ പാപം തളം കെട്ടിക്കിടക്കുന്നത്, എവിടെയാണ് ഈ മ്ലേച്ഛത ഊറിക്കിടക്കുന്നത് എന്ന് ഒന്ന് നോക്കിയിട്ട് ദെൻ ആദ്യ കർമ്മങ്ങൾ ചെയ്യുക. ആദ്യ കർമ്മങ്ങൾ എന്ന അതിൻ്റെ പരിഹാരക്രിയകൾ, പുനരയ്ക്കപ്പെടാനുള്ള ആഗ്രഹങ്ങൾ, അതൊക്കെ നമ്മൾ ചെയ്യണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം 51. അതിൽ ഈ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന സന്തോഷത്തെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള 5 കാര്യങ്ങളെ പറ്റി പറയുന്നു. എല്ലാ പ്രഭാതങ്ങളിലും നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പുത്തങ്കൂറിൻ്റെ ലൈഫിൽ നിന്ന് പിതാവിൻ്റെ ആ ഒരു പ്രാർത്ഥന രീതിയൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം കടന്നു വന്ന ആ ഒരു സ്റ്റൈലുകൾ, ഹൗ ഹി കംസ് അപ്പ്, എല്ലാ പ്രഭാതത്തിലും തൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് പറയാതെ മുണ്ടമലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക, കയ്യിലൊരു സാധനവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുക, പിന്നെ ഒരു ഡയസിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ഓർഡർ മാത്രം കയ്യിൽ ചുരുട്ടിയിട്ട് ഇങ്ങോട്ട് പോരുക. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്നിട്ട് ആ പുനരൈക്യത്തിൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ അല്ലെങ്കിൽ പുനരൈക്യപ്പെട്ട ഒരു 5-6 മാസമൊക്കെ ആൾക്ക് ചുറ്റും there was not things. It's like ജെറമ്യാ നടക്കുന്നത് പോലെയായിരുന്നു. എവ്രിതിങ് ഈസ് ഇൻ എ മെസ്. ആ ദിവസങ്ങളിലൊക്കെ പിതാവ് ഒരുപക്ഷെ ജെറമ്യായെ പോലെ തന്നെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഭഗ്നാവശിഷ്ടങ്ങൾ കണ്ടിട്ട്, ചുറ്റുമുള്ള ആർപ്പുവിളികൾ കേട്ടിട്ട്. ജലകോരച്ചൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ പ്രതികരണങ്ങൾ ഉച്ചയ്ക്ക് പറയുന്നു, എന്നോട് നമസ്കാരം പറഞ്ഞവരൊക്കെ ഇന്ന് എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു, എനിക്ക് മംഗളകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞവരൊക്കെ എന്നെ ശകാരിക്കുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ നടക്കണേ. അപ്പൊ അദ്ദേഹം വിചാരിച്ചിരുന്നു എല്ലാവരും വരും, ഒരു 4 ലക്ഷം ആൾക്കാർ ഇങ്ങോട്ട് വരും,
മൊത്തം സഭ ഇങ്ങോട്ട് വരും. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്ന വലിയ ആളായിട്ട് വരാന്ന് ലക്ഷം ലക്ഷം പിന്നാലെ നിന്ന് നോക്കുമ്പോ പിന്നിൽ 5 പേര്, ആരുമില്ല, കളിയാക്കല് മാത്രം. അപ്പൊ പിതാവ് ജർമായ പോലെ ഒരു പോകുപോയി. അതിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ പിതാവിന്റെ ആത്മാവ് തേങ്ങി പറഞ്ഞിട്ടുണ്ടായിരിക്കണം, സന്തോഷം എന്തെന്നത് ഞാൻ മറന്നു, അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നു. ഞാൻ പിതാവും ഈ ജർമായി പോലെ പറഞ്ഞു, പക്ഷെ ഇത് ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. എന്തായിരുന്നു അത്? കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. And he began to walk. ദൈവാശ്രയ ബോധത്തിൻ്റെ അമേസിങ് ഹൈറ്റിലേക്ക് ആ മനുഷ്യൻ നടന്നു ചെന്നു. രക്ഷയുടെ സന്തോഷം ഒരു സമൂഹത്തിൽ മുഴുവൻ വീണ്ടും നിറയുന്നത് അദ്ദേഹം കാണാൻ തുടങ്ങി. രക്ഷാകരമായ തിരുത്തലിലൂടെ, പിന്നീട് ഒരുക്കമുള്ള ഒരു ഹൃദയത്തിലൂടെ, അല്ലെങ്കിൽ ഒരു സഭയുടെ ആ ഒരുക്കത്തിലൂടെ ഈ രക്ഷയുടെ സന്തോഷത്തെ താങ്ങി നിർത്തുന്ന ഹൃദയമായിട്ട് മലങ്കര സഭയെ അദ്ദേഹം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതിലേക്ക് പിതാവ് കടക്കുന്ന ആ ഒരു ആധ്യാത്മികതയിലെ ഈ 5 തലങ്ങളും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. അത് വേറെ പല തരത്തിലും വേണമെങ്കിൽ അതിന് പ്രസന്റ് ചെയ്യാം. പക്ഷേ അന്ത്യോക്യ പാരമ്പര്യത്തിൽ നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും അത് ഉച്ചരിക്കുന്ന ഒരു ആത്മാവിൻ്റെ പ്രാർത്ഥന പോലെയായിട്ടുള്ള സങ്കീർത്തനത്തിലൂടെ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ വളരെ പ്രാക്ടിക്കലായിട്ടും സിമ്പിളായിട്ടും നമ്മൾ ചോദിക്കാൻ തുടങ്ങണം, എങ്ങനെയാണ് എൻ്റെ സന്തോഷത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവരിക? ഒരു കാര്യത്തിന് സിമ്പിളായിട്ട് ഒന്ന് റിഫ്രഷ് ആവുക എങ്ങനെയാണ്? വി ഗോ ടു ബാത്റൂം ഓർ വി ഫീൽ ലിറ്റിൽ ഡർട്ടി, വി ടേക്ക് ബാത്ത്. പലപ്പോഴും ഒന്ന് കുളിച്ചാൽ തീരാവുന്ന വെടുപ്പുകേടെ നമുക്കുള്ളൂ. കുളിക്കില്ല. കുളിക്കാതെ ചൊറിഞ്ഞ് മാന്തി മണപ്പിച്ചു അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ട് ഇങ്ങനെ അസ്വസ്ഥരാവാണ്. ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് ബാത്ത്, ദാറ്റ്സ് എനഫ്. അത് ചെയ്യില്ല എന്ന് നടക്കും. സോ ഒരു സാധനത്തിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റിഫ്രഷ് ആവും എന്ന് പറയും. ഇപ്പൊ ഒരു പാത്രം അത് ഡർട്ടി ആയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കഴുകിയാൽ മതി, അതിന്റെ ഫ്രഷ്നെസ് തിരിച്ചു വരും. സോ പലപ്പോഴും അത് മൊത്തം എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് വാഷ്, ദെൻ യു ഷാൽ ബി ക്ലീൻ എന്ന് പറയും. വെടിപ്പുള്ളവരാ. സോ വെടിപ്പിനോടൊപ്പം ഒത്തിരി സ്നേഹവും ഒത്തിരി സന്തോഷം തിരിച്ചു വരും. അതിൽ ഈ പെരുന്നാളുകളൊക്കെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വീട്ടിലൊരു മംഗളകാര്യം വരുന്നതിന് മുമ്പ് നമ്മൾ വീടിൻ്റെ ചുറ്റൊക്കെ വൃത്തിയാക്കണേ, അല്ലെങ്കിൽ പള്ളിയുടെ ചുറ്റും വൃത്തിയാക്കണേ. സെമിനാരിയിലായിരുന്നപ്പോൾ സെമിനാരി വരുന്നതിന് മുമ്പ് ഒരാഴ്ച സെമിനാരി ക്ലീനിങ് ആണ്. പക്ഷെ ആ ക്ലീനിങ്ങിലാണ് ആ ജോയ് ഇങ്ങനെ എറപ്റ്റ് ചെയ്ത് വരാം. അല്ലാതെ ആ സെമിനാരിയുടെ അന്ന് വന്ന ആൾക്കാരുടെ അല്ല. സെമിനാരിയുടെ വരുമ്പോഴേക്കും ഇറ്റ് ഇസ് ക്ലെൻസ്ഡ് ആൻഡ് ഇറ്റ്സ് എ ഫ്രഷ്, എവ്രിവെയർ ഫ്രഷ്. ഇറ്റ്സ് ദ ജോയ് കംസ് ബാക്ക് നാ. എപ്പോഴും ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഇറ്റ് കംസ് ബാക്ക് നാ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിതാവിൻ്റെ മനസ്സിൽ ആ രക്ഷയുടെ സന്തോഷം തിരിച്ചു വരണമെങ്കിൽ ഒന്ന് കുളിച്ചാൽ മതി എന്ന് പറയും. അതാണ് ആ സങ്കീർത്തനത്തിൻ്റെ 7ാമത്തെ വാക്യം. എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലനാകും. വാഷ് മീ ലോർഡ് ദാറ്റ് ഐ മേ ബി ക്ലീൻ. എന്നെ കഴുകണമേ. പിതാവിൻ്റെ മനസ്സിൽ അതൊരു വലിയ തേങ്ങലായിട്ട് തന്നെ വരും, എന്നെ കഴുകണമേ. പിന്നീട് പിതാവ് അത് ആ ആത്മാവിൻ്റെ അവസ്ഥാന്തരങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പിതാവ് അത് ആത്മാവിൻ്റെ കുളിയായിട്ട് കാണും. കുമ്പസാരത്തെ പിതാവ് ആത്മാവിൻ്റെ കുളി എന്ന് പറയാം. കുളിക്കണം. പിതാവ് ഒരു കുളിച്ചാൽ വൃത്തിയാകുന്ന, വെടിപ്പാകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ നമുക്കുള്ളൂ. പക്ഷെ കുളിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ കുളിയെക്കുറിച്ച് ആൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും. ഈ യൂക്രിസ്റ്റിന് ഊണായിട്ടും ആത്മാവിനെ കുളിയായിട്ട് കുമ്പസാരത്തെ കാണും. സോ ആ സങ്കീർത്തനത്തിൽ നിറഞ്ഞു നിന്ന പിതാവിന്, ആ കുദാശ ശമ്മാശൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പിതാവിന്, കുദാശയുടെ ആരംഭത്തിലുള്ള നമ്മളെ വെടിപ്പാക്കുന്ന കുളിയെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം ഉണ്ടായിരുന്നു. രക്ഷയുടെ സന്തോഷം എന്നിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കുളിയിലൂടെയാണ്. എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ കർത്താവേ എന്ന് പറയാനുള്ള ഒരു 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 എന്തെന്നാ പറയാ, അതിനെ എൻ്റെ അമ്മ ഒക്കെ പറയുന്ന പോലെ ഒരു ഇറക്കം. ഷുഡ് കം ഡൗൺ ഫോർ ദാറ്റ്. കുളിക്കണം. അപ്പൊ ആ 7ാമത്തെ സെന്റൻസിൽ പറയുന്ന വാക്കുണ്ടല്ലോ, എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കുളിക്കണം നമ്മൾ എന്ന് പറയും. ജസ്റ്റ് ടേക്ക് ബാത്ത്. പക്ഷെ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതിൽ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ എന്നൊക്കെയാണ് പറയണേ. പക്ഷെ
എന്തായിരിക്കും ഇന്ന് നമുക്ക് ദാവീദിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലെ? കാരണം ഇന്ന് എന്ത് തെളിച്ച എന്നെ കഴുകണേ? കാരണം ഈ കുളിക്കുക, കഴുകുക എന്നതുള്ളതൊക്കെ ബിബ്ലിക്കൽ തിങ്കിങ്ങുകളാണ്. ഈ എസക്കിയേലിനോട് ദൈവം പറയുന്നത്, അവരുടെ അശുദ്ധികളിൽ നിന്നൊക്കെ ഞാൻ അവരെ കഴുകി വെടിപ്പാക്കും, ശുദ്ധജലം ഞാൻ അവരുടെ മുകളിൽ തെളിക്കും എന്ന് പറയും. വാഷസ് വിത്ത് ദാറ്റ് ക്ലീൻ വാട്ടേഴ്സ്. അല്ലെങ്കിൽ യേശു പത്രോസ്ലീഗോട് പറയുന്നത്, ഞാൻ നിന്നെ കഴുകാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇത്തിരി വിനയം, കപട വിനയമൊക്കെ ആയിട്ട് അയ്യോ 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 എന്നെ കഴുകരുതേ, എന്നെ കഴുകരുതേ. കാരണം അങ്ങ് ഗുരുവാണ്. ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു തമ്മിലുള്ള ആത്മസംഘർഷത്തിലേക്ക് വന്നിട്ട് പത്രോസ്ലീഗ പറയാം എന്നെ കഴുകരുതേ. ആ സമയത്ത് യേശു പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്നിൽ നിനക്ക് പങ്കില്ല. പക്ഷെ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരനാകാനല്ലേ ഈ വിളി. അപ്പൊ ദൈവം നമ്മളെ കഴുകണം. ആ കഴുകാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കണം. പക്ഷെ ഇന്ന് എങ്ങനെയാ നമ്മൾ കഴുകുക? ഹിസോപ്പ് നമ്മുടെ മേത്ത് തെളിച്ചിട്ടൊന്നല്ല നമ്മൾ കഴുകണേ, അവന്റെ രക്തം. അപ്പോ 1 യോഹന്നാൻ 1:7 പറയുന്നത് പോലെ അവന്റെ രക്തം നമ്മുടെ എല്ലാ മലിനതകളിൽ നിന്നും നമ്മളെ കഴുകി വെടിപ്പാക്കാൻ പ്രാപ്തിയുള്ളതാണ്. അതിനാണ് കുരിശിന്റെ താഴെ വന്ന് നിന്ന് നമ്മൾ കരയണേ. ആ കുരിശിൽ ചിന്തിയ രക്തം നമ്മളെ അനുരഞ്ജനപ്പെടുത്തും, നമ്മളെ വെടിപ്പാക്കും. നമ്മുടെ ദുഃഖങ്ങളെ ചുമന്ന്, വേദനകളെ വഹിച്ച്, അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട്, അപരാധങ്ങൾക്ക് വേണ്ടി ക്ഷതമേറ്റ്, അവന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും. പക്ഷേ വി ഷുഡ് ഡീപ്ലി ഡിസയർ സംടൈംസ്, എന്നെ കഴുകണമേ. ഒരു സ്പിരിച്വൽ ഷവർ ചെയ്യാൻ തുടങ്ങണം. ആ താഴ്വരകളെയും കുന്നും മലയെയും ഒക്കെ കഴുകി വെടിപ്പാക്കി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ റിഫ്രഷ് ആക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണ നമ്മളെല്ലാവരെയും കഴുകി വെടിപ്പാക്കണം. വിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ കുരിശിന്റെ ചുവട്ടിലുള്ള പുനരൈക്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയത്ത് തീവ്രമായിട്ട് ആഗ്രഹിക്കുക, എൻ്റെ സുഹൃത്തുക്കളെ, എന്നെ കഴുകണമേ എന്ന് പറയുക. ആൻഡ് ടേക്ക് എ സ്പിരിച്വൽ ഷവർ. നോ ഇൻ യുവർ ഡെയിലി പ്രാർത്ഥനകളിലൊക്കെ തീവ്രമായിട്ട് ഒന്ന് കുളിക്കാനായിട്ട് ദൈവം തൻ്റെ ആ ശുദ്ധജലത്തെ തളിച്ച് നമ്മളെ കഴുകും. അത് ആഗ്രഹിക്കുക. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ ആ പുനരൈക്യത്തിൻ്റെ ആ ഒരു വിമുഖത ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ കലിയും എന്നെ കഴുകണമേ, ജസ്റ്റ് വാഷ് മീ. അതിനോടൊപ്പം തന്നെ ജസ്റ്റ് ട്രൈ ടു ക്ലെൻസ് ഓൾ അറൗണ്ട് യു. ജസ്റ്റ് നോക്കുക, വീടിനും ചുറ്റുപാടൊക്കെ നോക്കുക, അതിനൊക്കെ ഒന്ന് നോക്കുക. ദെൻ ജസ്റ്റ് ബിഗിൻ ടു കീപ്പ് തിങ്സ് ഇൻ എ നീറ്റ് ആൻഡ് ക്ലീൻ തിങ്. നിങ്ങൾ തന്നെ പുനരൈക്യപ്പെടുന്നതിലേക്ക് ദൈവം വലിച്ചടിപ്പിക്കുന്നത്. കാരണം വെടിപ്പുള്ള ഒരു മനസ്സിൽ ക്രൂക്കിഡ്നെസ് ഇല്ല. വെടിപ്പുള്ള ഒരു മനസ്സിൽ ആ വെടിപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നടപ്പുണ്ട്. ആ നടപ്പാ പുനരൈക്യത്തിൻ്റെ നടപ്പ്, ഒന്നിപ്പിക്കുന്നതിൻ്റെ നടപ്പ്. ഇപ്പൊ ഉള്ളിൽ വിമുഖത നിറഞ്ഞ് ആരോടും നോക്കാതെ നടക്കുമ്പോൾ അതൊരു നടപ്പാണോ? അതൊരു നടപ്പല്ലല്ലോ. ആ നടപ്പിലാണ് പുനരൈക്യത്തിന് വേണ്ടി നിങ്ങൾ ആദ്യത്തെ പാദം മുന്നോട്ട് വയ്ക്കണേ. ഫോർ ദാറ്റ് ആത്മാവിൻ്റെ കുളിയിലേക്ക് കടക്കണം. We should wash ourselves, then be filled with that God's love and tell him, restore to me the joy of your salvation and sustain in me a willing spirit. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ബാക്കി 4 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങളും ഈ 51-ാം സങ്കീർത്തനത്തെ വളരെ ആഴത്തിൽ ഒന്ന് പഠിക്കണം. പ്രത്യേകിച്ച് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ഒന്നുകൂടി വായിക്കുക. പിന്നെ തീവ്രമായിട്ട് ആഗ്രഹിക്കുക, ദൈവം നമ്മെ കഴുകട്ടെ. അതിനല്ലേ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് വന്ന ആ രക്തം, വെള്ളം അടക്കം ഒക്കെ ഒഴുകി വന്നത്. എന്തിനാ നമ്മൾ ഇത്ര വാശി പിടിച്ചിരിക്കണേ? ഒന്ന് കുതിർന്നാൽ എന്താ? ഒന്ന് കുതിർന്ന് ആ വർഷങ്ങളോളമുള്ള ആ ഒരു ഇതിനെ നമ്മൾക്ക് കളയാം. ജസ്റ്റ് ലെറ്റ് ബി വാഷ്ഡ്. നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ലെറ്റ് ഇറ്റ് വാഷ്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ വീട്,
അതെല്ലാം നമ്മളിലേക്ക് കടന്നു വരട്ടെ. ആമേൻ.